ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലെ പീകോക്ക് ഫെതേഴ്സാണ് പഠിക്കാൻ പോകുന്നത്. അതായത് മയിൽപ്പീലിയാണ്. 7 തരത്തിലുള്ള മയിൽപ്പീലിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ മുമ്പ് പഠിച്ച എലമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് പീകോക്ക് ഫെതർ വരയ്ക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ടിയർ ഡ്രോപ്സ് വരച്ച് കൊടുക്കുക കേട്ടോ. ടിയർ ഡ്രോപ്സ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ. അതുപോലെ ടിയർ ഡ്രോപ്സ് വരച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ റൗണ്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ സർക്കിളിനെ മുറിച്ച് വെച്ചതുപോലെ നമ്മൾ പഠിച്ചതാണല്ലോ, അതുപോലെ വരയ്ക്കുക. എന്നിട്ട് താഴെ ട്രയാങ്കിളിൻ്റെ ആ കോണ് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഒന്നും കൂടെ കാണിക്കാം. ഇതുപോലെ നമ്മൾ ഇയർ റിങ്സ് വരച്ചില്ലേ, അതുപോലെ ഇയർ റിങ്സ് വരച്ച് കൊണ്ടുവരിക കേട്ടോ. ഇതുപോലെ തന്നെ ഒന്നും കൂടി ചെയ്യുക. ശേഷം നമ്മൾ ഷെയ്ഡ് എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഷെയ്ഡ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ആ ലൈനുകളിലൊന്നും തട്ടാതെ വേണം നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാൻ. അതുമാത്രമല്ല, ചെറുതായി മെഹന്തി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം. അല്പം മാത്രമേ ആ മെഹന്തിയിൽ നിന്ന് വരാൻ പാടുള്ളൂ കേട്ടോ. മൈലാഞ്ചി കുറച്ച് മാത്രമേ വരാൻ പാടുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ വലിച്ച് നീട്ടി കൊടുക്കുക. ആദ്യം ഷെയ്ഡിങ് പ്രോസസ്സ് നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ അപ്ലൈ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് ലാഗടിപ്പിക്കാതിരിക്കാൻ വേണ്ടി സ്പീഡിന് കാണിച്ചു തരാണ് കേട്ടോ. കയ്യിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് ഇത് കേട്ടോ. പിന്നെ മെഹന്തിയുടെ ടിപ്പിൽ മെഹന്തി വന്നിരിക്കുന്നത് എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഫെതറും ഒരു ടിയർ ഡ്രോപ്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ നമ്മളൊരു ഇയർ റിങ്സ് അതിൻ്റെ മുകളിലായി വരച്ചു കൊടുക്കുക. ഇനി വീണ്ടും ഒന്നും കൂടി ഒരു ഇയർ റിങ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വീണ്ടും ഒന്നും കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു ഇയർ റിങ്സ് വരച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ തിക്ക് ലൈൻ പഠിച്ചില്ലേ, തിക്ക് ലൈൻ വരച്ചതാണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, പതിയെ ഹംസ വരച്ച് ഫില്ല് ചെയ്യുക. പതിയെ വേണം ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ. എനിക്ക് നല്ല പെർഫെക്ഷനോടുകൂടെ തന്നെ കിട്ടും കേട്ടോ. ഹമ്പൊക്കെ വളവിലും തിരിവിലൊക്കെ നമ്മൾ വരയ്ക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ പതിയെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനി മൂന്നാമതും ഒരു ടിയർ ഡ്രോപ്സ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. അത്യാവശ്യം പ്രഷർ കൊടുത്ത് തന്നെ ഒരു ലൈൻ വരച്ചെടുക്കുക കേട്ടോ. ഇയർ റിങ്സ് പോലത്തെ ലൈൻ വരച്ചെടുക്കുക. പിന്നെ തിന്നായിട്ടുള്ള ഒരു ഇയർ റിങ്സ് വരച്ചെടുക്കുക. വീണ്ടും ഒരു തിന്നായിട്ടുള്ള ഇയർ റിങ്സ് വരച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഇടകളിൽ ഫില്ല് ചെയ്തെടുക്കുക മെഹന്തി. പിന്നെ താഴോട്ടൊരു ടെയിൽ വരച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഷെയ്ഡിങ് പ്രോസസ്സാണ്. നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഷെയ്ഡിങ് നന്നായിട്ട് പറ്റുള്ളൂ. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഷെയ്ഡിങ് കറക്റ്റായി കിട്ടുള്ളൂ. ഷെയ്ഡിങ് നമുക്ക് പല ഫ്ലവേഴ്സിലൊക്കെ അപ്ലൈ ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഇനി നടുവിലായിട്ട് ഒരു കട്ടിയുള്ള ഒരു വര വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടും വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ താഴെയായിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ ഏറ്റവും താഴെയായിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ ചെറിയ പുള്ളി ഇട്ട് കൊടുക്കുക. ആ പുള്ളി വരുമ്പോൾ ഏറ്റവും മാക്സിമം ചെറുതാക്കാൻ നോക്കുക.
എങ്കിലാണ് ഏറ്റവും ഭംഗി കേട്ടോ. ഇങ്ങനെയാണ് മൂന്നാമത്തെ ചെയ്തെടുക്കുന്നത്. ഇനി നാലാമത്തതും ഒരു ടിയർ ഡ്രോപ്സ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇയർ റിങ്സ് 2 ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്തെടുക്കുക. ഇനി വീണ്ടും ഒരു ഇയർ റിങ്സ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഹംസ് ആണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഹംസ് വളരെ സാവധാനം വേണം ഇതെല്ലാം ചെയ്ത് പഠിക്കാൻ കേട്ടോ. ഇനി ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം മുകളിലും താഴെയായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്ത് അങ്ങനെയായിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് ഈവനായിട്ടുള്ള ഡോട്ട്സ് തന്നെ നമുക്ക് ലഭിക്കും. ഇനി അടുത്തതായിട്ട് ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഇയർ റിങ്സ് വരച്ചെടുക്കുക. എന്നിട്ട് അതിന് നടുക്ക് 2 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ട് അതിനെ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഫില്ല് ചെയ്തെടുക്കുക. എന്നിട്ട് ആ തിൻ ലൈനൊക്കെ ഒന്ന് ഡാർക്കെയിൻ ചെയ്തെടുക്കുക. താഴെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഷെയ്ഡിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇതും ആ ലൈനിൽ തട്ടാതെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ലൈനുകളിലൊന്നും തട്ടാതെ നമ്മൾ ചെറിയ പ്രഷർ കൊടുത്തിട്ട് വേണം ഷെയ്ഡിങ് ചെയ്തെടുക്കാൻ. ആ ഒരു ഷേപ്പ് കറക്റ്റ് ആവുന്നത് വരെ ഷെയ്ഡിങ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി 6ാമത്തെ തൂവലാണ്. അതിൽ എന്ത് ചെയ്യുക, ഒരു ടിയർ ഡ്രോപ്സ് വെച്ച് തുടങ്ങിയിട്ട് ഒരു ഇയർ റിങ്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഇയർ റിങ്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയിൽ മെഹന്തി ഫില്ല് ചെയ്ത് ഡാർക്കെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒരു തിൻ ആയിട്ടുള്ള ഒരു ഇയർ റിങ്സും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മെഹന്തിയുടെ ടിപ്പ് ക്ലീൻ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ട് തന്നെ മെഹന്തി ഇടാൻ പറ്റും. ഇനി ആ ഇയർ റിങ്സിൻ്റെ മുകളിൽ ഹംസാണ് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. ഹംസ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് ഫ്രിൽസ് വരച്ചു കൊടുക്കുക. ഹംസും ഫ്രിൽസൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. ഇനി ആ ഒരു ഇയർ റിങ്സിൻ്റെ ഷേപ്പിൽ തന്നെ വീണ്ടും ഒരു ലൈൻ വരച്ചെടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞില്ലേ, ഫ്രിൽസിൻ്റെ മുകളിലായിട്ട് ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ ഇടകളൊക്കെ ഡാർക്കെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ഭംഗിയെന്ന്. അതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇവിടെയും. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ഇടകളിലൊക്കെ ആയിട്ട് മെഹന്തി ഫില്ല് ചെയ്തെടുക്കാം. ഒന്നായി വരയ്ക്കുമ്പോൾ ഇതിനൊന്നും ഭംഗിയില്ലെങ്കിലും കൂട്ടത്തോടെ വരയ്ക്കുമ്പോൾ ഇവകൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. വീണ്ടും ഒരു ടിയർ ഡ്രോപ്സ് ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇയർ റിങ്സ് ഇടുക. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഒരു ഇയർ റിങ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഹംസ് വരയ്ക്കുക കേട്ടോ. കൂട്ടത്തോടെ ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായി ചെയ്യുമ്പോഴാണ് ഏറ്റവും ഭംഗി. പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ടിയർ ഡ്രോപ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ടിയർ ഡ്രോപ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത്രയും കൊണ്ട് തന്നെ കുറേ തൂവലുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതെല്ലാം ആർട്ടിഫിഷ്യലായി മേക്ക് ചെയ്തെടുത്തിട്ടുള്ള
ഫെതേഴ്സാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഫെതേഴ്സാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. 7 എണ്ണമാണ്. കയ്യിൽ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരിക കേട്ടോ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി നാളെ കാണാം. ടാറ്റാ.